നമസ്കാരം VCV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ VC മനോജ്. ആദ്യം പ്രധാന വാർത്തകൾ. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലെ 50 ലക്ഷത്തിന്റെ കോഴ ആരോപണത്തിൽ വിജിലൻസ് അന്വേഷണം ആരംഭിച്ചു. വോട്ടുമറിക്കാൻ CPIM പണം വാഗ്ദാനം ചെയ്തെന്ന ജാഫറിന്റെ ശബ്ദരേഖ പുറത്തുവന്നതിന് പിന്നാലെ വിജിലൻസ് സംഘം വടക്കാഞ്ചേരിയിലെത്തി. വിജിലൻസ് കേസെടുത്തതോടെ അധികാരമേറ്റ പ്രസിഡന്റ് KV നഫീസ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മാർച്ച് നടത്തി. മാർച്ച് പോലീസുമായുള്ള ഉന്തും തള്ളിലും സംഘർഷത്തിലും കലാശിച്ചു. കോഴ വിവാദത്തിൽ സേവ്യർ ചിറ്റിലപ്പള്ളി MLA AC മൊയ്തീൻ എന്നിവരുടെ പങ്ക് അന്വേഷിക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി C പ്രമോദ് ആവശ്യപ്പെട്ടു. വടക്കാഞ്ചേരി കുറാഞ്ചേരി കുളത്താഴത്ത് നിയന്ത്രണം വിട്ട ടിപ്പർ ലോറി 20 അടി താഴ്ചയിലേക്ക് മറിഞ്ഞ് കത്തിയമർന്നു. ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പുലർച്ചെ 5:30 സുരക്ഷാഭിത്തി തകർത്ത് താഴേക്ക് പതിച്ച ലോറിക്ക് തീപിടിക്കുകയായിരുന്നു. പരിക്കേറ്റ വിരുപ്പാക്ക സ്വദേശി ഫൈസലിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വടക്കാഞ്ചേരി ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തി. റോഡിന്റെ അശാസ്ത്രീയ നിർമ്മാണമാണ് അപകട കാരണമെന്ന് നാട്ടുകാരുടെ പരാതി. അപകടസ്ഥലം ജനപ്രതിനിധികൾ സന്ദർശിച്ചു. വടക്കാഞ്ചേരിയുടെ സാംസ്കാരികോത്സവമായ നിഫെസ്റ്റ് 10ാം വർഷത്തിലേക്ക്. 10ാമത് ദേശീയ ചിത്രകലാ ക്യാമ്പും ഗ്രാമീണ കലോത്സവവും ജനുവരി 7 മുതൽ 11 വരെ എങ്കക്കാട് ഗ്രാമത്തിൽ നടക്കും. നിറച്ചാർത്ത് കലാ സാംസ്കാരിക സമിതിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ക്യാമ്പ് പ്രശസ്ത ചിത്രകാരൻ സുജിത് എസ്സനാണ് ക്യൂറേറ്റ് ചെയ്യുന്നത്. ഇന്ത്യയിലെ പ്രശസ്തരായ 20ഓളം ആർട്ടിസ്റ്റുകൾ 5 ദിവസത്തെ ക്യാമ്പിൽ പങ്കെടുക്കും. ദേശീയ ചിത്രകലാ ക്യാമ്പിനോടനുബന്ധിച്ച് ഗ്രാമീണ കലോത്സവവും അരങ്ങേറും. പറപ്പൂർ മുള്ളൂർ കായൽ റോഡിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ അധ്യാപകനും ബൈക്ക് യാത്രക്കാരനും പരിക്കേറ്റു. കാർ എതിർദിശയിൽ വന്ന ബൈക്കുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ബൈക്ക് പൂർണ്ണമായും തകരുകയും നിയന്ത്രണം വിട്ട കാർ സമീപത്തെ കാനയിലേക്ക് മറിയുകയും ചെയ്തു. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു.